Okay, good morning. ഇപ്പോൾ സെറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെറ്റ്സിൽ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുന്നത്. സെറ്റ്സിൽ ഡെഫിനിഷൻ പറയുന്നുണ്ട്, പിന്നെ ഡെഫിനിഷൻ കഴിഞ്ഞാൽ രണ്ട് റെപ്രസെൻറ്റേഷൻസ് പറയുന്നുണ്ട്. സെറ്റ്സിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന രണ്ട് മെത്തേഡ്സ് പറയുന്നുണ്ട്, പിന്നെ ടൈപ്സ് ഓഫ് സെറ്റ്സ് വരുന്നുണ്ട്, പിന്നെ അത് കഴിഞ്ഞാൽ ഓപ്പറേഷൻസ് കഴിഞ്ഞാൽ വെൻ ഡയഗ്രാം, പിന്നെ നമുക്ക് വരുന്നത് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് N of A യൂണിയൻ B എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് കുറച്ച് പ്രോബ്ലംസ്. സോ ഇത്രയും നമുക്കൊരു കുറച്ചുകൂടെ എളുപ്പമായ രീതിയിൽ കുറച്ചുകൂടെ സിമ്പിളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സെറ്റ് തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രം നോക്കിക്കഴിഞ്ഞാൽ, ഒരു സെറ്റ് തിയറി എന്ന് പറയുന്നത് ബൈ ഡെഫിനേഷൻ എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ആണ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ്. നമ്മൾ ഒരുപാട് എക്സാമ്പിൾസ് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. നമുക്ക് ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. സ്റ്റുഡൻസിൻ്റെ ക്ലാസ്, അല്ലെങ്കിൽ കോളേജിലുള്ള മൊത്തം സ്റ്റുഡൻസ്, അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്നത് ആൽഫബറ്റ്സിലേക്ക് പോയി കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസിൻ്റെ കളക്ഷൻ ഒരു സെറ്റാണ്. പിന്നെ നമ്പേഴ്സിൽ നോക്കിക്കഴിഞ്ഞാൽ ഈവൻ നമ്പേഴ്സിൻ്റെ ഒരു സെറ്റ് ഉണ്ട്, ഓഡ് നമ്പേഴ്സിൻ്റെ ഉണ്ട്. അവിടെ നമ്മൾ സ്പെഷ്യലായിട്ട് പഠിച്ച കുറച്ച് സെറ്റ്സ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, എന്ന് പറയുന്ന സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്, പിന്നെ Z എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഇൻറ്റീജേഴ്സ്, W സെറ്റ് ഓഫ് ഹോൾ നമ്പേഴ്സ്. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസും കൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെയൊക്കെ നമ്മൾ സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് പലപ്പോഴായിട്ട്, പക്ഷെ സെറ്റ് എന്താന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ സെറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് വെൽ ഡിഫൈൻഡ് ഒബ്ജക്ട്സ് ആണ്. നമുക്കറിയാവുന്ന എക്സാമ്പിൾസ് എടുത്ത് നോക്കിയാൽ എല്ലാവർക്കും അറിയാം. N സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, Z സെറ്റ് ഓഫ് ഈവൻ നമ്പേഴ്സ് ആണ്, W സെറ്റ് ഓഫ് ഓൾ നമ്പേഴ്സ്, R സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ആണ്. ഇങ്ങനെ കുറേ എക്സാമ്പിൾസ് നമുക്ക് മാത്സിലതായിട്ട് അറിയാം. ഇനി കുറച്ച് അല്ലാതെയുള്ള എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ AEIOU എന്ന് പറയുന്നത് ആൽഫബറ്റ്സിലെ വവൽസ് ആണ്. ഇത് എന്തിന് എക്സാമ്പിൾ ആണ്? സെറ്റിന് എക്സാമ്പിൾ ആണ്. ഇനി സെറ്റിന് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെറ്റ് എങ്ങനെ ഡിനോട്ട് ചെയ്യാം, സെറ്റ് എപ്പോഴും ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഇംഗ്ലീഷിലെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ABC എക്സെട്ര ആണ് നമ്മൾ സെറ്റിനെ ഡിനോട്ട് ചെയ്യുന്നത്. എന്നാൽ സെറ്റിലെ മെമ്പേഴ്സ് അല്ലെങ്കിൽ സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റേഴ്സിലാണ് നമ്മൾ സെറ്റിലെ മെമ്പേഴ്സിനെ അല്ലെങ്കിൽ ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ എലമെന്റ്സിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. ഇനി എങ്ങനെ സെറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ എടുക്കുന്ന വവൽസ് ഇൻ ആൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് ആണെങ്കിൽ A എന്ന് പറയുന്ന സെറ്റ് ഓഫ് വവൽസ് ആണ്, വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റ് എങ്ങനെ എഴുതുക എന്നുള്ളത്, സെറ്റ് എഴുതുമ്പോൾ എപ്പോഴും നമ്മൾ എവിടെ സ്റ്റാർട്ട് ചെയ്യണം? സ്റ്റാർട്ട് വിത്ത് ആൻ ഓപ്പണിംഗ് ബ്രേസ്. ഒരു ഓപ്പണിംഗ് ബ്രേസിൽ സ്റ്റാർട്ട് ചെയ്യണം. ദെൻ നമ്മൾ എലമെന്റ്സ് ഏതാണോ സെറ്റ് ഏതാണോ ആ എലമെന്റ്സ് നമ്മൾ എഴുതണം. ഇവിടെ AEIOU സെറ്റ് ഓഫ് വവൽസ് ആണ് നമ്മൾ എലമെന്റ്സ്. കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ക്ലോസ് വിത്ത് ക്ലോസിംഗ് ബ്രേസസ്. അപ്പോൾ ഒരു സെറ്റ് ഡിനോട്ട് ചെയ്യുന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്, റെപ്രസെന്റ് ചെയ്യുന്നത് സ്റ്റാർട്ടിങ്ങിൽ ഓപ്പണിംഗ് ബ്രേസസും എൻഡിങ്ങിൽ ക്ലോസിംഗ് ബ്രേസസും കൊടുക്കണം. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, എലമെന്റ്സ് എഴുതുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം? ഷുഡ് ബി സെപ്പറേറ്റഡ് ബൈ കോമാസ്. കോമയിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്തിരിക്കണം. ഇപ്പൊ നമ്മൾ വേറൊരു എക്സാമ്പിൾ എഴുതാണ്, നമ്പേഴ്സ് ബിലോ 4. നമ്പർ സെറ്റ് B എന്ന് പറയുന്നത് നമ്പേഴ്സ് ബിലോ 4 ആണ്. ബിലോ 4 പോസിറ്റീവ് നമ്പേഴ്സ് ബിലോ 4 എഴുതാം. അപ്പൊ ഏതൊക്കെയുള്ളത്? 1, 2, 3, 4. അപ്പൊ ഇവിടെ എന്തൊക്കെയാ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സെറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സ്റ്റാർട്ടിംഗ് ബ്രേസസിൽ സ്റ്റാർട്ട് ചെയ്യണം, എലമെന്റ്സ് കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇവിടുത്തെ എലമെന്റ്സ് വരുന്നത് B എന്താ പറഞ്ഞത്? സെറ്റ് വിത്ത് പോസിറ്റീവ് നമ്പേഴ്സ് ലെസ് ദാൻ 5. പോസിറ്റീവ് നമ്പേഴ്സ് ലെസ് ദാൻ 5 ആണ്. 5ന്റെ താഴേക്കുള്ള പോസിറ്റീവ് നമ്പേഴ്സ്. ഇപ്പൊ 1, 2, 3, 4 ആണ്. 5 എഴുതാൻ പറ്റുമോ? ഇല്ല, ലെസ് ദാൻ 5 ആണ് പറഞ്ഞത്. അപ്പൊ 5 എഴുതാൻ വേണ്ടി പറ്റില്ല. 1, 2, 3, 4. എന്ത് ചെയ്യണം? ഓപ്പണിംഗ് ബ്രേസസ് വേണം, ക്ലോസിംഗ് ബ്രേസസ് വേണം. പിന്നെ എലമെന്റ്സ് ഇവിടുത്തെ 1, 2, 3, 4 ആണ്. പക്ഷെ 1ഉം 2ഉം 3ഉം ഒക്കെ എന്ത് ചെയ്യണം?
കോമയിൽ സെപ്പറേറ്റ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ നമ്മളൊരു സെറ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ. ഓക്കെ, ഇനി സെറ്റിന്റെ റെപ്രസെന്റേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. സെറ്റിന്റെ റെപ്രസെന്റേഷൻസ് മെയിൻലി രണ്ട് മെത്തേഡ് ഓഫ് റെപ്രസെന്റേഷൻസ് ഉണ്ട്. ഒന്ന് റോസ്റ്റർ മെത്തേഡാണ്. രണ്ടാമത്തേത് സെറ്റ് ബിൽഡർ മെത്തേഡാണ്. സെറ്റ് ബിൽഡർ മെത്തേഡ്. സോ ഫസ്റ്റ് വൺ റോസ്റ്റർ മെത്തേഡും സെക്കൻഡ് വൺ സെറ്റ് ബിൽഡർ മെത്തേഡ്. എന്താ റോസ്റ്റർ മെത്തേഡിന് വേറെ പേരുകളുണ്ട്. ടാബുലാർ മെത്തേഡ് എന്ന് അറിയുന്നുണ്ട്, പിന്നെ എന്യൂമറേഷൻ മെത്തേഡ്, ഓൾസോ നോൺ ആസ് ടാബുലാർ മെത്തേഡ് ഓർ എന്യൂമറേഷൻ മെത്തേഡ്. ഇങ്ങനെ രണ്ട് പേരിലും കൂടെ റോസ്റ്റർ മെത്തേഡ് അറിയുന്നുണ്ട്. ഇനി ഇതെന്താ, ഇതിൽ വേറെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ എന്താണോ നമ്മൾ സെറ്റ്, ആ സെറ്റിലുള്ള എലമെന്റ്സിനെ ലിസ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ലിസ്റ്റിംഗ് ദ എലമെന്റ്സ് അല്ലെങ്കിൽ ലിസ്റ്റിംഗ് ദ മെമ്പേഴ്സ് ഓഫ് ദി സെറ്റ്. എന്താണോ സെറ്റ്, ആ സെറ്റിലെ ഇപ്പൊ നമ്മൾ എഴുതി n എന്ന് പറയുന്നത് എന്തായിരുന്നു, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ്. n ഈസ് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് എഴുതി. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇതെന്തല്ല, ഇത് റോസ്റ്റർ ഫോം അല്ല. റോസ്റ്റർ ഫോം ആവണമെങ്കിൽ എന്ത് ചെയ്യണം, സെറ്റിലെ എലമെന്റ്സിനെ നമ്മൾ കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഇതിലത്തെ എലമെന്റ്സ് ഏതൊക്കെയാ വരുന്നത്, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 4 എക്സെട്ര. നമ്മളെ കൗണ്ടിങ് നമ്പേഴ്സ് എന്താണ്, അത് തന്നെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. സോ നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ ടാബുലാർ ഫോമിൽ, ടാബുലാർ ഫോം അല്ലെങ്കിൽ റോസ്റ്റർ ഫോമിൽ എഴുതുകയാണെങ്കിൽ, റോസ്റ്റർ ഫോമിൽ നമ്മൾ നാച്ചുറൽ നമ്പർ സെറ്റ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതണം, 1 2 3 4 എക്സെട്ര. ഇങ്ങനെയാണ് നമ്മൾ റോസ്റ്റർ ഫോമിൽ നമ്മൾ എന്ത് എഴുതുന്നത്, റോസ്റ്റർ ഫോമിൽ നാച്ചുറൽ നമ്പേഴ്സ് എഴുതുന്നത്. ഇതിന്റെ കൂടെ തന്നെ നമുക്ക് സെറ്റ് ബിൽഡർ ഫോമും കൂടെ പറയാം, സെറ്റ് ബിൽഡർ മെത്തേഡും കൂടെ പറയാം. സെറ്റ് ബിൽഡർ മെത്തേഡും വേറെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. പ്രോപ്പർട്ടി മെത്തേഡ് അല്ലെങ്കിൽ റൂൾ മെത്തേഡ്, റൂൾ മെത്തേഡ് എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, സെലക്ടർ മെത്തേഡ് ഇങ്ങനെ 3 പേരിലാണ് ഏതറിയപ്പെടുന്നത്, സെറ്റ് ബിൽഡർ മെത്തേഡ്, പ്രോപ്പർട്ടി മെത്തേഡ്, റൂൾ മെത്തേഡ്, സെലക്ടർ മെത്തേഡ്. ഇനി ഇതിലെന്താ പ്രത്യേകത, സെറ്റ് ബിൽഡർ ഫോമിൽ എന്താ പ്രത്യേകത, സെറ്റ് ബിൽഡർ ഫോമിന്റെ പ്രത്യേകത എന്താ വെച്ചാല് ഇതില് നമ്മൾ ലിസ്റ്റിംഗ് ആന്ന് പറഞ്ഞു. അങ്ങനെയാണ് സെറ്റ് ബിൽഡർ ഫോമിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാല് അതിനെ കുറച്ചുകൂടെ ഈ ഒരു ടേം നമുക്ക് യൂസ് ചെയ്യാം, പ്രോപ്പർട്ടി മെത്തേഡ് എന്നുള്ള. കാരണം നമ്മൾ അതിൽ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല് സെറ്റിലെ എലമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത്. ഇവിടെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന എന്താണോ അതിലെ എലമെന്റ്സ്, അതിനെ കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതാണ് ഏത്, റോസ്റ്റർ മെത്തേഡ്. ടാബുലാർ മെത്തേഡ് അവിടെ കുറച്ചുകൂടെ പിന്നെ നമുക്ക് ഓർക്കാൻ പറ്റിയ ടേം ടാബുലാർ ആണ്. കാരണം ടാബിൾസിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന പോലെ, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പോലെ എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യുക, അത് ടാബുലാർ മെത്തേഡ് അഥവാ റോസ്റ്റർ മെത്തേഡ്. എന്നാൽ സെറ്റ് ബിൽഡർ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എന്താ ചെയ്യുന്നത്, പ്രോപ്പർട്ടീനെ നമ്മൾ കുറച്ചുകൂടെ പ്രോപ്പർട്ടീസിനാണ് എഴുതുന്നത്, ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നതിലും കൂടുതൽ. ഇപ്പം ഇത് തന്നെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ അടുത്ത് എഴുതാം. എങ്ങനെ എഴുതാം സെറ്റ് ബിൽഡർ ഫോമിൽ എങ്ങനെ എഴുതാം, സെറ്റ് ബിൽഡർ ഫോമിൽ ഇവിടെ എഴുതുന്നത് സെറ്റ്, ഇവിടെ എന്താക്കാൻ പറ്റില്ല, ഇവിടെ നമുക്ക് 1 2 3 4 എന്ന് പറഞ്ഞിട്ട് എലമെന്റ്സിനെ ലിസ്റ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഏതെങ്കിലും ഒരു വേരിയബിളിലേക്ക് നമ്മൾ ചുരുക്കി എഴുതുന്നു. എക്സ് ആണ്. പക്ഷെ എക്സ് എന്തായിരിക്കണം, എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എക്സ് എന്തായിരിക്കണം, എക്സ് ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കണം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇനി ഇതെങ്ങനെ വായിക്കുക, ഇത് വായിക്കുന്നതിന് വേറൊരു രീതിയുണ്ട്. ഇത് വായിക്കുന്നത് സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. എങ്ങനെയാ വായിക്കുന്നത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ. ഇത് ലിസ്റ്റ് ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് എന്നെ സെറ്റ് 1 2 3 4 എന്നാണ് വായിക്കുന്നത്. എന്നാൽ ഇങ്ങനെ എഴുതിയിട്ട് നമ്മളൊരു കോളനൊക്കെ ഇടുമ്പോൾ അഥവാ സെറ്റ് ബിൽഡർ ഫോമിൽ സെറ്റ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ റീഡ് ചെയ്യുന്നതും കുറച്ച് ഡിഫറെന്റ് ആണ്. സോ ഇതെന്താ റീഡ് ചെയ്യുന്നത്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്തായിരിക്കണം, എക്സ് നാച്ചുറൽ നമ്പർ ആയിരിക്കണം. അങ്ങനത്തെ നമ്പേഴ്സ് ഉള്ള സെറ്റാണ് എന്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ നാച്ചുറൽ നമ്പർ സെറ്റ്. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഒരു എക്സാമ്പിളും കൂടെ പറഞ്ഞിട്ട്
അടുത്ത സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് ഒരു സെറ്റ് എ എടുത്ത്, എ എന്ന് പറയുന്നത് സെറ്റ് അറിയാവുന്ന സെറ്റ് തന്നെ എടുക്കുക. സെറ്റ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസ് ആണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ആദ്യം നമ്മൾ ഏത് ഫോമിൽ എഴുതാം? റോസ്റ്റർ ഫോമിൽ എഴുതാം. റോസ്റ്റർ മെത്തേഡിൽ നമുക്ക് എഴുതാം. റോസ്റ്റർ മെത്തേഡിൽ എ ഈക്വൽ ടു എങ്ങനെ എഴുതാം? എന്ത് ചെയ്യണം എന്ന് പറഞ്ഞത്? എലമെന്റ്സിനെ കംപ്ലീറ്റ് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചെയ്യണം. ഏതൊക്കെ ഇംഗ്ലീഷ് എലമെന്റ്സിലെ വവൽസ്? എ, ഇ, ഐ, ഒ, യു. സോ നമ്മൾ എന്ത് ചെയ്ത് കംപ്ലീറ്റ് ലിസ്റ്റ് ഔട്ട് ചെയ്ത്. ഇനി ഇവിടെ എങ്ങനെ എഴുതാം? സെറ്റ് ബിൽഡർ മെത്തേഡില് നമ്മൾ ചെയ്യുന്നത് എ ഈക്വൽ ടു നേരത്തെ എഴുതി അതേപോലെ തന്നെ സെറ്റ് ഓഫ് ഏത് വേരിയബിൾ വേണമെങ്കിലും എടുക്കാം. പിന്നെ നമ്മൾ ഒരു തന്നെ എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന വേരിയബിൾ എക്സ് ആയതുകൊണ്ട് എക്സ് എടുത്തതേ ഉള്ളൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ vowel in English alphabet. X is a vowel in English alphabet. Okay, set close ചെയ്യണം. ഓക്കെ, ഒരു എക്സാമ്പിളും കൂടെ നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ ഒന്ന് എഴുതിയേക്കാം. നേരത്തെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. നമുക്ക് ബി എടുക്കാം. ബി എന്ന് പറയുന്നത് പോസിറ്റീവ് അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. 5ന്റെ താഴേക്കുള്ള നാച്ചുറൽ നമ്പർ. ബി ഈക്വൽ ടു എന്താ വരിക? 5ന്റെ താഴേക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 2, 3, 4. എന്ത് ചെയ്തു? നമ്മള് റോസ്റ്റർ ഫോമില് ലിസ്റ്റ് ഔട്ട് ചെയ്തു. എന്നാൽ അത് നേരെ സെറ്റ് ബിൽഡർ ഫോമിലേക്ക് വന്നു. എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് ഇവിടെ ഇങ്ങനെ എഴുതാൻ വേണ്ടി പറ്റുമോ? നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 5. ഇവിടെ ഇങ്ങനല്ല എഴുതുന്നത്, അതേപോലെയല്ല എഴുതുന്നത്. ഇവിടെ എഴുതുന്നത് 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 ആണ്. 1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 5 ആണ്. 1ന്റെയും 5ന്റെയും ഇടയിലുള്ള അല്ലെങ്കിൽ 0 ലെസ് ദാൻ എഴുതാം, അല്ലെങ്കിൽ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഴുതാം, അല്ലെങ്കിൽ 0 ലെസ് ദാൻ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 5 എഴുതാം. അപ്പൊ 1ന്റെയും 5ന്റെയും ഇടയിലുള്ള നമ്മളെ നാച്ചുറൽ നമ്പേഴ്സ്. ഇപ്പൊ 1, 2, 3, 4. അത് തന്നെയാണ് ഇവിടെ മീനിങ്. 5ന്റെ താഴേക്കുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറയുമ്പോൾ 5ന്റെ താഴേക്കുള്ള നാച്ചുറൽ നമ്പർ. അപ്പൊ ഈ 1 വേണ്ട, ജസ്റ്റ് എക്സ് ലെസ് ദാൻ 5 എന്ന് മാത്രം എഴുതിയാൽ മതി കേട്ടോ. 1 ലെസ് ദാൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. അതിന് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു അത് പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ. അപ്പൊ ഇവിടെ എക്സ് ലെസ് ദാൻ 5 എന്ന് എഴുതിയാൽ മതി. അപ്പൊ എന്തായി? 5ന്റെ താഴേക്കുള്ള നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചത് കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് ആണ്. കാർഡിനാലിറ്റി ഓഫ് എ സെറ്റ് എന്ന് പറഞ്ഞാല് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ സെറ്റ്. ഒരു സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ അതിന്റെ നമ്പർ ആണ് എന്ത്? കാർഡിനാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ സെറ്റ് എ എടുക്കുന്ന സെറ്റ് എയിൽ നമ്മൾ 1, 2, 3, 4, 5, 6. ബി എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്ന 2, 4, 6, 8, 10, 12, 14, 16. സി എന്ന് പറയുന്ന സെറ്റ് എടുക്കുന്ന എ, ഇ, ഐ, ഒ, യു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് എ സെറ്റ്. ഇപ്പൊ സെറ്റ് എ ആണെങ്കിൽ എയിലെ എലമെന്റ്സ് അല്ലെ കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് n ഓഫ് എ ആണ്. ഇവിടെ n ഓഫ് എ എന്തായിരിക്കും? n ഓഫ് എ കണ്ടുപിടിക്കാം, n ഓഫ് ബി കണ്ടുപിടിക്കാം, n ഓഫ് സി കണ്ടുപിടിക്കാം. n ഓഫ് എ മീൻസ് കാർഡിനാലിറ്റി ഓഫ് എ. കാർഡിനാലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ. അതിപ്പോ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി 1, 2, 3, 4, 5, 6 എലമെന്റ്സ് ഉണ്ട്. സോ n ഓഫ് എ ഈക്വൽ ടു 6. ഇനി സെറ്റ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? കാർഡിനാലിറ്റി ഓഫ് ബി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. സോ n ഓഫ് ബി ഈക്വൽ ടു 8. ഫൈനലി സി 1, 2, 3, 4, 5. എത്ര എലമെന്റ്സ് ഉണ്ട്? 5 എലമെന്റ്സ് ഉണ്ട്.
അപ്പൊ എന്താ, cardinality of A is 6, cardinality of B is 8 and cardinality of C is 5. ഇനി നമുക്ക് കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ് നോക്കാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സെറ്റ്സ്. ഫസ്റ്റില് പറയാനുള്ളത് നൾ സെറ്റ്. നൾ സെറ്റ് അല്ലെങ്കിൽ നമ്മൾ പറയാ എംപ്റ്റി സെറ്റ്. നൾ സെറ്റ് ഓർ എംപ്റ്റി സെറ്റ്. അതും അല്ലെങ്കിൽ നമ്മൾ പറയാ വോയിഡ് സെറ്റ്. ഒന്നല്ല നമ്മൾ നൾ സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ എംപ്റ്റി സെറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ വോയിഡ് സെറ്റ് എന്ന് പറയും. പേര് കേൾക്കുമ്പോഴേ അറിയാം നൾ സെറ്റ്, എംപ്റ്റി സെറ്റ്, വോയിഡ് സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഒന്നും ഇല്ല എന്നുള്ള മീനിങ് ആണ്. അത് തന്നെയാണ് ഇവിടുത്തെ സെറ്റ്. സെറ്റില് എലമെന്റ്സ് ഇല്ലെങ്കിൽ, ദാറ്റ് ഈസ് എ സെറ്റ് വിത്തൗട്ട് എനി എലമെന്റ്സ്. സെറ്റ് വിത്തൗട്ട് എനി എലമെന്റ്. ഒറ്റ എലമെന്റും ഇല്ലാത്ത സെറ്റാണ് എന്ത്, നൾ സെറ്റ് എന്ന് പറയുന്നത്. സെറ്റ് വിത്തൗട്ട് എനി എലമെന്റ്, ഒറ്റ എലമെന്റും ഇല്ലാത്ത സെറ്റാണ് നൾ സെറ്റ്. നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ ആണ്. ഫൈ, ഇതെന്താ വായിക്കാം, ഫൈ ആണ് നമ്മൾ നൾ സെറ്റ് ഡിനോട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ എഴുതാം, ഫൈ എന്ന് പറയുന്നത് സെറ്റ് ആണ്, പക്ഷെ സെറ്റിൽ എന്തില്ല, എലമെന്റ്സ് ഇല്ല. അപ്പൊ നമ്മള് ഇങ്ങനെയും എഴുതും. ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൾ സെറ്റ് ആണ്, സെറ്റിലെ എലമെന്റ്സ് ഇല്ല, സോ നമ്മള് ഇങ്ങനെ എഴുതും. ഇനി ഇങ്ങനെ തന്നെന്ന് വിചാരിക്കുക, സെറ്റ് 0, ഇത് നൾ സെറ്റ് ആണോ? സെറ്റ് 0 എന്ന് തന്നു കഴിഞ്ഞാൽ നൾ സെറ്റ് ആണോ? A ഈക്വൽ ടു സെറ്റ് 0, ഇത് നൾ സെറ്റ് ആണോ? ഇത് നൾ സെറ്റ് അല്ല. ഇറ്റ് ഇസ് നോട്ട് എ നൾ സെറ്റ്. കാരണം എന്താ, അതിൽ ഒരു എലമെന്റ് ഉണ്ട്, ആ എലമെന്റ് 0 ആണ്. ഒരു എലമെന്റ് ഉണ്ട്, ആ എലമെന്റ് 0 ആണ്. അതുകൊണ്ട് ഇതെന്തല്ല, ഇറ്റ് ഇസ് നോട്ട് എ നൾ സെറ്റ് ആണ്. എന്നാൽ ഇങ്ങനെയാ തന്നതെന്ന് വിചാരിക്കാം, A ഈക്വൽ ടു ഇങ്ങനെയാണ് തന്നത്, എന്നാലോ ദിസ് ഇസ് ഈക്വൽ ടു നൾ സെറ്റ് ആണ്. പക്ഷെ അതിന്റെ ഉള്ളില് 0 കണ്ടു കഴിഞ്ഞാൽ നൾ സെറ്റ് ആണെന്ന് വിചാരിക്കരുത്. കാരണം 0 എന്ന് പറയുന്നത് അതിന്റെ ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ അതൊരു എലമെന്റ് ആയി. ഓക്കെ, അപ്പൊ കുറച്ചുകൂടെ ഒന്നുകൂടെ നമ്മൾ കാർഡിനാലിറ്റി വെച്ച് പറയുകയാണെങ്കിൽ, എ സെറ്റ് ഇസ് എ നൾ സെറ്റ് ഇഫ് കാർഡിനാലിറ്റി ഓഫ് ദാറ്റ് സെറ്റ് ഈക്വൽ ടു 0. കാർഡിനാലിറ്റി ഓഫ് ദാറ്റ് സെറ്റ് ഈക്വൽ ടു 0. ആ സെറ്റിന്റെ കാർഡിനാലിറ്റി 0 ആണെങ്കിൽ നമ്മൾ ആ സെറ്റിനെ നൾ സെറ്റ് എന്ന് പറയും. ഓക്കെ, ഇനി വരുന്നത് ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. ഫൈനൈറ്റ് ആൻഡ് ഇൻഫൈനൈറ്റ് സെറ്റ്സ്. പേര് തന്നെ അറിയാം, എലമെന്റ്സിന്റെ എണ്ണം, നമ്പേഴ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ സെറ്റ് എന്തായിരിക്കും, ഫൈനൈറ്റ് സെറ്റ് ആയിരിക്കും. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ 1 2 3 4 5 ഈ സെറ്റ് ഫൈനൈറ്റ് ആണ്. അഥവാ നമുക്ക് സെറ്റിന്റെ ഉള്ളിലുള്ള എലമെന്റ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെങ്കിൽ ആ സെറ്റ് ഫൈനൈറ്റ് ആയിരിക്കും. ഇനി ഇൻഫൈനൈറ്റ് ആണെങ്കിൽ സെറ്റിലെ എലമെന്റ്സിനെ നമുക്ക് കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നമ്മള് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഇപ്പൊ n എടുക്കുക, സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് 1 2 3 4 എക്സെട്ര. ഇതിലെ എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇതിലെ എലമെന്റ്സിനെ കൗണ്ട് ചെയ്യാൻ വേണ്ടി പറ്റില്ല. സോ ഇറ്റ് ഇസ് ആൻ ഇൻഫൈനൈറ്റ് സെറ്റ്. ഓക്കെ, ഇനി വരുന്നത് ഈക്വൽ സെറ്റ്സ് ആണ്. രണ്ട് സെറ്റ്സ് എപ്പോഴാ ഈക്വൽ എന്ന് പറയാം, 2 സെറ്റ്സ് എപ്പോഴാ ഈക്വൽ എന്ന് പറയാം. ഈക്വൽ സെറ്റ്സ്, ഈക്വൽ എന്ന് പറയണമെങ്കിൽ നമുക്കറിയാം രണ്ട് സെറ്റ് നിർബന്ധമായിട്ടും വേണം. സോ A ഈക്വൽ ടു B എന്ന് പറയാം എപ്പോഴാ, if every element of A is in B. If every element of A is in B, Aയിലെ എല്ലാ എലമെന്റും ബിയിൽ ഉണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, ഇറ്റ് ഈസ് A ഈക്വൽ ടു B. തിരിച്ചു, ബിയിലെ എലമെന്റ്സ് എവിടെ ഉണ്ടാവണം, എയിലും ഉണ്ടാവണം. So if every element of A is in B and every element of B is in A, then it is then two sets are said to be equal. A equal to B ആണ്. So example എടുക്കുകയാണെങ്കിൽ സെറ്റ് A എന്ന് പറയുന്നത് 1 2 3 4 5 ഉണ്ട്. സെറ്റ് B 2 5 3 4 1. ഒരു ഇതും കൂടെ എഴുതാം, C 1 5 2 3 6. A ഈക്വൽ ടു B ആണോ? A ഈക്വൽ ടു B ആണോ? അപ്പൊ നോക്കിയാൽ അറിയാം 1 ഉണ്ട്
രണ്ട് സെറ്റിലും 1 ഉണ്ട്, രണ്ട് സെറ്റിലും 2 ഉണ്ട്, രണ്ട് സെറ്റിലും 3 ഉണ്ട്, രണ്ട് സെറ്റിലും 4 ഉണ്ട്, രണ്ട് സെറ്റിലും 5 ഉണ്ട്. എന്നാൽ ഒന്ന് എയും സിയും നോക്കിക്കേ. സോ ഇവിടെ ഈക്വൽ ടു ബി വരും. എയും സിയും ഒന്ന് നോക്കിക്കേ. എയും സിയും എയിൽ 1 2 3 4 5 വരെയുള്ളൂ, എന്നാൽ സിയിൽ എന്തുണ്ട്? 6 ഉണ്ട്. സോ എ നോട്ട് ഈക്വൽ ടു സി ആണ്. അതേപോലെ ബിയും സിയും നോക്കിക്കേ. അഗെയിൻ ആ പ്രശ്നം വരുന്നുണ്ട്. ഇവിടെ ഏതില്ല? 4 ഇല്ല, പകരം 6 ആണ് വന്നത്. സോ ബി ഇസ് നോട്ട് ഈക്വൽ ടു സി. അപ്പൊ രണ്ട് സെറ്റ് ഈക്വൽ ആണെങ്കിൽ രണ്ടിലെ എലമെന്റ്സും എവറി എലമെന്റ് ഇൻ എ ഷുഡ് ബി ഇൻ ബി. ഓക്കെ, അടുത്തത് സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ്. സിംഗിൾട്ടൺ സെറ്റ് പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം സിംഗിൾ എന്നുള്ള മീനിങ് തന്നെ. സിംഗിൾ ദാറ്റ് ഈസ് എ സെറ്റ് വിത്ത് ഓൺലി വൺ എലമെന്റ്. എ സെറ്റ് വിത്ത് ഓൺലി വൺ എലമെന്റ്. ഒരൊറ്റ എലമെന്റ് മാത്രമുള്ള സെറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സിംഗിൾട്ടൺ സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ സിംഗിൾട്ടൺ സെറ്റ് കഴിഞ്ഞ് അടുത്തത് സബ്സെറ്റ്. അടുത്തത് സബ്സെറ്റ് ആണ്. സബ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. നമ്മൾ എങ്ങനെ എഴുതുന്നത്? ബി ഈസ് എ, ഇത് വായിക്കുക സബ്സെറ്റ് എന്നാണ്, ഈ സിമ്പിൾ വായിക്കുക സബ്സെറ്റ് എന്നാണ്. സബ്സെറ്റ് എഴുതാം. ഇങ്ങനെയാണ് നമ്മൾ സബ്സെറ്റ് എന്നുള്ള സിമ്പിള്. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. ബി എന്റെ സബ്സെറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ നമ്മൾ ബി കണ്ടെയ്ൻഡ് ഇൻ എ, ഓർ നമ്മൾ പറയുന്ന ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. ഈ ഒരു ടൈമിലേക്ക് നമുക്ക് കുറച്ചുകൂടെ ഇതിന്റെ ഡെഫിനിഷൻ തരാൻ എളുപ്പം ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് യൂസ് ചെയ്യുന്നതായിരിക്കും. ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയുന്നതിന് തുല്യം തന്നെയാണ് എന്ത്? ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. അതിന്റെ മീനിങ് എന്താ? ദാറ്റ് ഈസ് every element in B should be in A. Every element in B should be in A. Should be in A. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെന്റ്സ് ഉള്ള ഒരു സെറ്റ് ആയിരിക്കും ഏത്? ബി. എക്സാമ്പിൾ നോക്കാം നമുക്ക്. എ എന്ന് പറയുന്നത് 1 2 3 4 5 6. ഓക്കെ, ബി എന്ന് പറയുന്നത് 1 2 3. സി എന്ന് പറയുന്നത് 2 1 5 6. ഡി എന്ന് പറയുന്നത് 1 3 5. ഇ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സെറ്റ് 2. ആൻഡ് എഫ് എന്ന് പറയുന്നത് ഒന്നുമില്ലാത്ത സെറ്റ്. ഓക്കെ, ഇത്ര എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇതിൽ ഏതൊക്കെയായിരിക്കും സബ്സെറ്റ്? സബ്സെറ്റ് മീൻസ് എയിലെ എലമെന്റ്സിന്റെ കളക്ഷൻസ് തന്നെയാണ്. എയിലെ എലമെന്റ്സ് നിർബന്ധമായിട്ട് ഒരു എക്സാമ്പിളും കൂടെ എഴുതാം നമുക്ക്. 1 7 5 3 ഓക്കെ 8 ഇത്ര എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയായിരിക്കും സബ്സെറ്റ്? സബ്സെറ്റ് എന്ന് പറഞ്ഞാല് ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ. ബി എന്തിലുണ്ടാവണം? എയിൽ ഉണ്ടായിരിക്കണം, അഥവാ ബിയിലെ എലമെന്റ്സ് എയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറയും, അല്ലെങ്കിൽ ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ എന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എഴുതിയിരിക്കുന്നതിൽ ഏതൊക്കെ സബ്സെറ്റ് ആവാം? ആദ്യം നമ്മൾ ബി നോക്കാം. ബി എന്ന് പറയുന്നത് 1 2 3 ആണ്. 1 2 3 എയിലുണ്ടോ നോക്കാം. ഓക്കെ, 1 2 3 എയിലുണ്ട്. സോ ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ. രണ്ടാമത്തെ നോക്കാം, സി 2 1 5. അപ്പൊ എന്താ ശ്രദ്ധിക്കണ്ടേ? അതേ നമ്പർ തന്നെ വേണമെന്നില്ല. അതേ നമ്പർ ആയി കഴിഞ്ഞാൽ അത് ഈക്വൽ ടു ആണ്. നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത് നോക്കാം. 2 1 5 6. 2 1 5 6 എവിടെ ഉണ്ട്? എയിലുണ്ട്. സോ സി ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എ. അടുത്ത ഡി നോക്കാം. 1 3 5. അഗെയിൻ ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എ. അടുത്തത് ഇ നോക്കാം. ഇയും എന്തെന്നാ? സെറ്റ് 2 എന്ന് പറഞ്ഞാല് 2 എന്ന് പറയുന്നത് ഇതിലുണ്ട്. സോ 2 ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എ. സോ ഇ ഈസ് ഓൾസോ എ സബ്സെറ്റ് ഓഫ് എ. എഫ് നോക്കാം. നോ എലമെന്റ്സ്, ഒറ്റ എലമെന്റും ഇല്ല. അപ്പൊ സബ്സെറ്റ് ആവോ ഇല്ലേ? അതൊരു സ്പെഷ്യൽ കേസ് ആണ്. എവരി null set is a subset of any set. Every null set is a subset of any set. So 5 is a subset of A. That is a special case. Null set is a subset of A. Okay.
അപ്പൊ ഇത്രയും കാര്യം. ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ജി. ജിയിലെ എലമെന്റ്സ് 1, 7, 5, 8 ആണ്. 1 ഓക്കെ എയിലുണ്ട്, പക്ഷെ 7 എയിലില്ല, 8ഉം എയിലില്ല. 7ഉം 8ഉം ഏതിലില്ല? എയിലില്ല. സോ അതെന്തല്ല, ജി ഈസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ നോട്ട് എന്ന് പറയാൻ സബ്സെറ്റിന്റെ സിമ്പൽ ഇട്ടിട്ട് ഒന്ന് ക്രോസ് ചെയ്തിട്ടാല് നോട്ട് എ സബ്സെറ്റ് എന്നുള്ള മീനിങ് ആയി. സോ ജി ഇസ് നോട്ട് എ സബ്സെറ്റ് ഓഫ് എ. അപ്പൊ സബ്സെറ്റ് എന്ന് പറഞ്ഞാല് ബി ഇസ് എ സബ്സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാല് അതിന്റെ കുറച്ചുകൂടെ മീനിങ് ഫുൾ ആയിട്ടുള്ള ടേം ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ, അഥവാ ബിയിലെ എലമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കണം? എയിൽ ഉണ്ടായിരിക്കണം. അതാണ് സബ്സെറ്റ്. ഇനി ഇവിടെ ശ്രദ്ധിക്കാനുള്ള ഒരു 2 ടേംസ്, ഒരു ടേമും കൂടെ ഉണ്ട്. ഓക്കെ, ബി ഈസ് കണ്ടെയ്ൻഡ് ഇൻ എ ആണെങ്കിൽ ഇവിടെ എക്ക് ബി എന്താ പറയുന്നത്? ബി ഈസ് എ സബ്സെറ്റ് ഓഫ് എ എന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ എക്ക് പറയണത് എ ഈസ് ദ സൂപ്പർ സെറ്റ്. എ ഈസ് ദ സൂപ്പർ സെറ്റ്. അപ്പൊ ബി സബ്സെറ്റ് ആണെങ്കിൽ എ എന്തായിരിക്കും? എ ഈസ് എ സൂപ്പർ സെറ്റ്. അടുത്തൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് പവർ സെറ്റ്. പവർ സെറ്റ് എന്ന് പറഞ്ഞാല് it is the set of all subsets ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഉണ്ടെന്ന് വിചാരിക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നമുക്കൊരു എക്സാമ്പിൾ ആയിട്ട് സെറ്റ് 1, 2 എടുക്കാം. സെറ്റ് 1, 2. ദെൻ പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഓഫ് എ ആണ്. ക്യാപിറ്റൽ പി ഓഫ് എ. ക്യാപിറ്റൽ പി ഓഫ് എ ആണ് പവർ സെറ്റ് എന്ന് പറയുന്നത്. പി ഓഫ് എ is the set of all subsets of A. set of all subsets of A ആണെന്ത്? പി ഓഫ് എ. പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പവർ സെറ്റ് ഓഫ് എ. പവർ സെറ്റ് ഓഫ് എ ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ പി ആണ്. ക്യാപിറ്റൽ പി ഓഫ് എ. ഇവിടെ പി ഓഫ് എ എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് ദ സബ്സെറ്റ് ഓഫ്, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. സെറ്റ് ഓഫ് ഓൾ സബ്സെറ്റ്സ്. ഇതിന്റെ എല്ലാ സബ്സെറ്റുകളുടെ കളക്ഷൻ ഉള്ളതാണ് എന്ത്? പവർ സെറ്റ് എന്ന് പറയുന്നത്. സോ പി ഓഫ് എ എഴുതുകയാണെങ്കിൽ നമ്മൾ ഇതിൽ ഏതൊക്കെ എഴുതണം? ഇതിന്റെ എല്ലാ സബ്സെറ്റുകളും നമ്മൾ എഴുതണം. എന്റെ സബ്സെറ്റുകൾ. ഇവിടെ എന് ഏതൊക്കെ സബ്സെറ്റുകൾ ഉണ്ടാവാം? 1 എന്റെ സബ്സെറ്റ് ആണ്, 2 എന്റെ സബ്സെറ്റ് ആണ്. എഗെയിൻ നമ്മൾ നേരത്തെ ഒരു കാര്യം കൂടെ പഠിച്ച സ്പെഷ്യൽ കേസ് എന്ന് പറഞ്ഞിട്ട് 5 is a subset. 5 is a subset of any set. ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് 5 ഏതൊരു സെറ്റിന്റെ സബ്സെറ്റ് ആണ്. സോ 5 ഉണ്ട്. അടുത്തത് എന്താ? The set itself is a subset. The set itself is a subset ആണ്. 5ഉം സെറ്റും നമുക്കൊരു സ്പെഷ്യൽ കേസ് ആണ്. 5 is also a subset of any set and the set itself is a subset. ഏത് സെറ്റ് എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഷുവർ ആയിട്ടും പറയാൻ പറ്റുന്ന 2 സബ്സെറ്റുകളാണ്. ഒന്ന് 5ഉം ഒന്ന് ആ സെറ്റ് തന്നെ. ഓക്കെ, അപ്പൊ ഇവിടെ പവർ സെറ്റ് ഓഫ് എ വരുന്നത്, എന്റെ പവർ സെറ്റ് വരുന്നത് ഇതിന്റെ സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ 1, 2ന്റെ സബ്സെറ്റ് എന്ന് പറയുന്നത് 1 ഉണ്ട്, 2 ഉണ്ട്, പിന്നെ 5 ആൻഡ് ദ സെറ്റ് ഇറ്റ് സെൽഫ്. അങ്ങനെയാണെങ്കിൽ വേറൊരു എക്സാമ്പിൾ എടുത്ത് നോക്കാം. ഓക്കെ, എ ഈക്വൽ ടു എ ബി സി. ഒരു 3 ഉള്ളത് എടുത്ത് നോക്കാം. എ ഈക്വൽ ടു എ ബി സി. ഓരോന്നൊന്ന് ജസ്റ്റ് എഴുതി നോക്കാം. എ ഈക്വൽ ടു 1, 2ന്റെ പവർ സെറ്റ് നമ്മൾ എഴുതിയത് പി ഓഫ് എ ഈക്വൽ ടു സെറ്റ് 1, സെറ്റ് 2, 5 and the set itself 1, 2. ഓക്കെ, ഇനി അടുത്ത സെറ്റ് എടുക്കാം. ബി എന്ന് പറയുന്നത് എ ബി സി. ഇതിന്റെ പവർ സെറ്റ് എന്താ? പി ഓഫ് ബി ഈക്വൽ ടു സബ്സെറ്റുകൾ ഏതൊക്കെയുള്ളത്? എ ഇസ് എ സബ്സെറ്റ്. അപ്പൊ എഴുതുമ്പോ സബ്സെറ്റുകളാണ്. അപ്പൊ ഓരോന്നും നമ്മൾ സെറ്റ് ആയിട്ട് എഴുതണം. അതുകൊണ്ടാണ് ഓരോന്നും സെറ്റ് ആയിട്ട് എഴുതുന്നത്. അല്ലാതെ നമ്മൾ എ ബി ബി സി അങ്ങനെ എഴുതാൻ വേണ്ടി പറ്റില്ല. അപ്പൊ അത് ഓരോ എലമെന്റ് ആയിട്ട് കൂട്ടുള്ളൂ. ഇതെന്താ? സബ്സെറ്റുകളുടെ കളക്ഷൻ ആണ്. സോ ഓരോന്നും സെറ്റ് ആയിട്ട് തന്നെ എഴുതണം. അതുകൊണ്ടാണ് ഓരോന്നും ഓപ്പണിംഗ് ക്ലോസിംഗ് ബ്രേസസിന്റെ ഉള്ളിൽ എഴുതുന്നത്. സോ എ ബി സി
AB, BC, AC, പിന്നെ ഏതാണുള്ളത് സ്പെഷ്യൽ ആയിട്ടുള്ള phi and the set itself. ഓക്കെ, ഇനി ഒന്ന് നോക്കിക്കേ, ഇവിടെ n of A എത്രയാ? n of A എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? കാർഡിനാലിറ്റി ഓഫ് A. എയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 2 എലമെന്റ്സ് ഉണ്ട്. ഇനി n of P of A, n of P of A, n of P of A എന്ന് പറഞ്ഞാൽ പവർ സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 4 ഉണ്ട്. സോ 4. ഇനി n of B നോക്കാം. n of B equal to, ഇവിടെ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 3 എലമെന്റ്സ് ഉണ്ട്. n of P of B, പവർ സെറ്റ് ഓഫ് ബിയിൽ എത്ര എലമെന്റ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 എലമെന്റ്സ് ഉണ്ട്. ഇനി നമ്മൾ 4 ഒരു സി എടുത്ത് സിയിൽ 4 എലമെന്റ്സ് ഉണ്ടെന്ന് ആയിരിക്കും. സിയിൽ 4 എലമെന്റ്സ് ഉണ്ടെന്ന് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ n ഓഫ് P ഓഫ് സി, പവർ സെറ്റ് ഓഫ് സി എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം ഒരു 16 എലമെന്റ്സ് കിട്ടും. 16 എലമെന്റ്സ് നമുക്ക് കിട്ടും. 4ന്റെ ഒരെണ്ണം എഴുതി വയ്ക്കാൻ മനസ്സിലാവും. ഒരു സെറ്റ് 1 2 3 4 എടുത്തിട്ട് 1 2 3 4 സെറ്റ് സി ഈക്വൽ ടു 1 2 3 4 എടുത്തിട്ട് അതിന്റെ പവർ സെറ്റ് ഒന്ന് എഴുതി വെക്കുക. പവർ സെറ്റ് എഴുതി നോക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലൊരു 16 എലമെന്റ്സിനെ കിട്ടും. 16 എലമെന്റ്സിനെ കിട്ടും. സോ ഇതിനെ നമ്മളൊന്ന് എഴുതി നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു 2 സ്ക്വയർ ആണ്, ഇത് 2 ക്യൂബ് ആണ്, ആൻഡ് ദിസ് വൺ ഈസ് 2 raised to 4 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറൽ ആയിട്ട് പറയാം. അങ്ങനെയാണെങ്കിൽ ജനറൽ ആയിട്ട് നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പവർ സെറ്റ്, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പവർ സെറ്റ്, ഒരു പവർ സെറ്റില് എത്ര എലമെന്റ്സ് ഉണ്ട്? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എ പവർ സെറ്റ്, ഒരു പവർ സെറ്റിലെ എലമെന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് എക്സെട്ര. അപ്പൊ 2 ആകുമ്പോൾ 2 സ്ക്വയർ ആണ്, 3 ആകുമ്പോൾ 2 ക്യൂബ് ആണ്, 4 ആകുമ്പോൾ 2 raised to 4 ആണ്. So it is 2 raised to m. Number of elements in a power set 2 raised to m ആണ്. m എന്ന് പറയുന്നത് എന്താ? കറസ്പോണ്ടിങ് സെറ്റിലെ എലമെന്റ്സ് ആണ്. m എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് സെറ്റിലെ എലമെന്റ്സ്. നമുക്ക് തരുന്ന സെറ്റിൽ എത്ര എലമെന്റ്സ് ഉണ്ടോ നോക്കുക. 2 raised to അതായിരിക്കും നമ്മൾ ആ പവർ സെറ്റിലുള്ള എലമെന്റ്സ്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 2. n of A യിൽ 2 ഉണ്ട്. അങ്ങനെയാണെങ്കിൽ P of A യിൽ എന്തുണ്ടാവും? 2 raised to m എന്ന് പറയുമ്പോൾ 2 സ്ക്വയർ ഉണ്ടാവും. അതേപോലെ 3 എലമെന്റ്സ് ഉണ്ടെങ്കിൽ 2 raised to 3 ഉണ്ടാവും. അതേപോലെ 4 ആണെങ്കിൽ 2 raised to 4 ഉണ്ടാവും. അത് തന്നെയാണ് ഇവിടെ കിട്ടിയ 4 8 16 പറയുന്നത്. സോ ഏതെങ്കിലും ഒരു നമ്പറിൽ പവർ സെറ്റ് തന്നു കഴിഞ്ഞിട്ട് അതിൽ എത്ര എലമെന്റ്സ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 to the power അത് കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്ത മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മളെ സെറ്റിലെ ഓപ്പറേഷൻസ് ആണ്. ഓപ്പറേഷൻസ് ഓഫ് സെറ്റ്സ്, സെറ്റ്സിലെ ഓപ്പറേഷൻസ്, സെറ്റ്സിലെ ഓപ്പറേഷൻസ്. സെറ്റില് മെയിൻ ആയിട്ട് 4 ഓപ്പറേഷൻസ് ഉണ്ട്. യൂണിയൻ, ഇന്റർസെക്ഷൻ, ഡിഫറൻസ് and complement. ഇങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് നമുക്കുള്ള. യൂണിയൻ ഓഫ് സെറ്റ്സ്, ഇന്റർസെക്ഷൻ ഓഫ് സെറ്റ്സ്, ഡിഫറൻസ് ആൻഡ് കോംപ്ലിമെന്റ് ഓഫ് സെറ്റ്സ്. നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് വൺ യൂണിയൻ ഓഫ് സെറ്റ്. ഓക്കെ, യൂണിയൻ എപ്പോഴും നമുക്കറിയാം ഓപ്പറേഷൻസ് വേണമെങ്കിൽ നമുക്ക് മിനിമം 2 എലമെന്റ്സ് വേണം, അല്ലെങ്കിൽ 2 സെറ്റ്സ് വേണം. സോ എ ആൻഡ് ബി എന്ന് പറയുന്ന സെറ്റിന്റെ യൂണിയൻ എന്ന് പറയുന്നത് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ യൂണിയൻ ബി, അല്ലെങ്കിൽ യു അല്ല, എ യൂണിയൻ ബി. ഇതാണ് അതിന്റെ സിമ്പിൾ. യൂണിയന്റെ സിമ്പിൾ ഒരു ക്യാപിറ്റൽ യു പോലെ ഇടുന്നതാണ് യൂണിയന്റെ സിമ്പിൾ, എ യൂണിയൻ ബി. ഇനി എ യൂണിയൻ ബിന്റെ മീനിങ് എന്താ? എ ഓർ ബി, എ ഓർ ബി. ഇംഗ്ലീഷിലെ കൺജങ്ഷനിലെ ഓർ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ യൂണിയന് പകരം ഇംഗ്ലീഷിൽ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടേം ആണ് ഓർ എന്നുള്ളത്.
ഓർ അല്ലെങ്കിൽ വേറൊരെണ്ണുള്ളത് അറ്റ്ലീസ്റ്റ് എന്നൊക്കെ പറയുന്നത്. ഓർ അറ്റ്ലീസ്റ്റ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എവിടെയാ? യൂണിയൻ പറയുമ്പോഴാണ്. ഇതെന്തിനാ പറഞ്ഞതെന്ന് വെച്ചാല് നമുക്ക് പ്രോബ്ലംസ് വരുന്ന സമയത്ത് ക്വസ്റ്റ്യനിൽ ചിലപ്പം ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 2 members, അറ്റ്ലീസ്റ്റ് 3 members എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ അറ്റ്ലീസ്റ്റോ ഓറോ ഐദർ ഓറോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട ഒരു ഓപ്പറേഷൻ യൂണിയൻ ആയിരിക്കും. സോ അതും കൂടെ ഓർത്ത് വെക്കാം. യൂണിയൻ വരുമ്പോൾ ഓർ അറ്റ്ലീസ്റ്റ് എന്നുള്ള ടേംസ് ആയിരിക്കും ഉണ്ടാവുക. ഇനി എന്താ യൂണിയൻ? യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എലമെന്റ്സ് ഇൻ എ ഓർ ഇൻ പി. എലമെന്റ്സ് ഇൻ എ ഓർ ഇൻ ബി. എയിലോ ബിയിലോ ഉള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. എയിലോ ബിയിലോ ഉള്ള എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ എടുക്കാം. എ ഈക്വൽ ടു 1 2 3 4 5 6 and b is equal to 1 3 5 6 7 8. അങ്ങനെയാണെങ്കിൽ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ it is the collection of elements in A or in B. എയിലോ ബിയിലോ ഉള്ള എലമെന്റ്സിന്റെ മൊത്തത്തിലുള്ള കളക്ഷൻ. സോ 1 2 3 4 5 6 7 8. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പൊ എക്സാം ഓറിയന്റേഷനിൽ നിങ്ങളുടെ അടുത്ത് യൂണിയൻ കാണാൻ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. 2 സെറ്റ് വന്നിട്ട് അതിന്റെ യൂണിയൻ കാണാൻ പറഞ്ഞാല് യൂണിയനിൽ ആ 2 സെറ്റിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സ് എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം റിപ്പീറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഓൾറെഡി 1ഉം 3ഉം 5ഉം ഒക്കെ എയിലും ബിയിലും ഉണ്ട്. അപ്പൊ അത് 1 ടൈം എഴുതിയാൽ മതി, റിപ്പീറ്റ് ചെയ്ത് എഴുതണ്ട. അപ്പൊ എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലും ബിയിലും ഉള്ള കംപ്ലീറ്റ് എലമെന്റ്സിന്റെ കളക്ഷന് എഴുതിക്കോളാം. അപ്പോൾ ടോട്ടൽ ആയിട്ട് നമ്മൾ എഴുതുന്നതാണ് എ യൂണിയൻ ബി. അപ്പോൾ എക്സാം ഓറിയന്റേഷനിൽ ഓർക്കുന്ന സമയത്ത് എ യൂണിയൻ ബി എന്ന് വെച്ചാൽ എയിലും ബിയിലുള്ള കംപ്ലീറ്റ് എലമെന്റ്സിനെ നമ്മൾ ഒരുമിച്ച് എഴുതുന്ന എന്നുള്ള കൺസെപ്റ്റ് ഓർക്കുക. എന്നാൽ ബൈ ഡെഫിനിഷൻ നമ്മൾ ഓർക്കുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ ഓർ ബി. അപ്പോൾ ഓർ എന്നുള്ള ടേമിന് കുറച്ചുകൂടി ഒരു പ്രത്യേകത ഉണ്ട്. ഓരോ ഓപ്പറേഷൻസിന് നമ്മൾ ഓരോ ഇംഗ്ലീഷിലെ കൺജങ്ഷൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ യൂണിയനിൽ യൂസ് ചെയ്യുന്നത് മെയിൻലി ഓർ ആണ്, അല്ലെങ്കിൽ ഐദർ ഓർ ആണ്, അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ്, ഇതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എ യൂണിയൻ ബി ഓക്കെ ആയി. അടുത്തത് നമ്മളത് ഇന്റർസെക്ഷൻ ആണ്. ഇന്റർസെക്ഷൻ പറയുന്നതിന്റെ മുന്നേ കുറച്ച് പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇന്റർസെക്ഷനിലേക്ക് പോവാം. യൂണിയന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, എല്ലാത്തിനും പ്രോപ്പർട്ടീസ് ഉണ്ട്, അതേപോലെ യൂണിയനും പ്രോപ്പർട്ടീസ് ഉണ്ട്. യൂണിയനിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്. നമ്മള് ഇതിനെ നേരെ തിരിച്ചിട്ട് കഴിഞ്ഞാലും ആൻസർ എന്ത് തന്നെയാണ്? സെയിം ആൻസർ തന്നെ കിട്ടുള്ളൂ. സോ എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്. ഇപ്പൊ ബി യൂണിയൻ എ ആണെങ്കിലും എന്താ മീനിങ്? എന്താ? ഈ 2 എലമെന്റ്സിലെ കംപ്ലീറ്റ് ഉള്ള കളക്ഷൻ ആണ് ബി യൂണിയൻ എ. ഇതിനൊരു പേരും കൂടെ ഉണ്ട്, കമ്മ്യൂട്ടേറ്റീവ് ലോ. അപ്പൊ എക്സാമിന് ചിലപ്പോൾ 1 മാർക്കിനൊക്കെ കമ്മ്യൂട്ടേറ്റീവ് ലോ എഴുതാൻ വേണ്ടി പറഞ്ഞാൽ ദിസ് എ യൂണിയൻ ബി ഈക്വൽ ടു ബി യൂണിയൻ എ ആണ്. അടുത്തത് അസോസിയേറ്റീവ് ലോ. എ യൂണിയൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. എ യൂണിയൻ ബി യൂണിയൻ സി ആയിരിക്കും. അപ്പൊ നമ്മളിവിടെ ഒരു സെറ്റും കൂടെ എടുക്കുന്ന സി എന്ന് പറയുന്നത് 5 8 9 5 8 9 എടുക്കുന്നത്. എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, ബി യൂണിയൻ സിയും കൂടെ കണ്ടുപിടിക്കാം. ബി യൂണിയൻ സി, ഇതാണ് ബി, ഇതാണ് സി. അപ്പൊ എന്താ പറയാ? 1 3 5 7 8 9. അഥവാ ഇതില് 2 ടോട്ടൽ എലമെന്റ്സിനെയാണ് നമ്മൾ എഴുതുന്നത്. എ യൂസ് ചെയ്യുന്നില്ല, ബിയിലും സിയിലും കംപ്ലീറ്റ് എലമെന്റ്സിന്. അപ്പൊ 1 3 5 7 8, പിന്നെ എക്സ്ട്രാ ഉള്ളത് സിയില് 9 ആണ്. 9 കൂടെ നമ്മൾ എഴുതുന്നത്. ഇനി എ യൂണിയൻ ബി യൂണിയൻ സി. ബി യൂണിയൻ സിന്റെ ബ്രാക്കറ്റിലുണ്ട്. അപ്പൊ എന്താ വരിക? എന്തുവരും? എയും കൂടി ആയിട്ട്. അപ്പൊ ഇതിൽ എഴുതാത്ത ബാക്കി എലമെന്റ്സ് ഏതൊക്കെയുള്ളത്? 2ഉം 4ഉം കൂടെ, 2ഉം 4ഉം 6ഉം കൂടെ ഇതിൽ എഴുതണം. 1 2 3 4 5 6 7 8 9. ഇതാണ് എ യൂണിയൻ ബി.
ഇനി ഓൾറെഡി എ യൂണിയൻ ബി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ എ യൂണിയൻ ബിന്റെ ആൻസർ നമുക്കറിയാം യൂണിയൻ സി. എ യൂണിയൻ ബിയിൽ ഏതൊക്കെ എലമെന്റ് 1 മുതൽ 8 വരെ. അപ്പൊ നമ്മൾ ആദ്യം എഴുതുന്നത് 1 2 3 4 5 6 7 8. ഇനി ഇതല്ലാതെ ഏത് എലമെന്റ് ബാക്കിയുള്ളത്? സിയില് 9 ആണുള്ളത്. സോ 9ഉം കൂടെ എഴുതുന്നു. ഇനി രണ്ടും ഒന്ന് നോക്കിക്കേ, ഈക്വൽ അല്ലേ? ഇതും കൂടെ നോക്കിക്കേ. 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9. സോ എന്തായി? എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. അപ്പൊ ഏത് സെറ്റ്, 3 സെറ്റ് എടുത്തിട്ട് നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ വരുള്ളൂ. ബ്രാക്കറ്റ് ഇടുന്ന ശ്രദ്ധിക്കണം. ആദ്യത്തെ എ യൂണിയൻ ബി യൂണിയൻ സി ഈക്വൽ ടു രണ്ടാമത്തത് എ യൂണിയൻ ബി യൂണിയൻ സി ആണ്. ഓക്കെ, ഇതിന് ഒരു പേരുണ്ട്. ഇതിന്റെ പേര് അസോസിയേറ്റീവ് ലോ ആണ്. അസോസിയേറ്റീവ് ലോ. ഓക്കെ, അടുത്തത് യൂണിവേഴ്സൽ ലോ ആണ്. യൂണിവേഴ്സൽ ലോ. യൂണിവേഴ്സൽ സെറ്റ് യു യൂണിയൻ എ is equal to യു ആണ്. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. യൂണിവേഴ്സൽ സെറ്റ് യൂണിവേഴ്സൽ ലോ എന്ന് പറയും. യു യൂണിയൻ എല്ലാ സെറ്റുകളുടെ കളക്ഷനും ആണ് യു എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയതാണ്. യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ എല്ലാ സെറ്റുകളുടെ കളക്ഷൻ, നമ്മൾ എടുക്കുന്ന എല്ലാ സെറ്റുകളും, ഈ എയും ബി ഒക്കെ എവിടെ ഉള്ളതായിരിക്കും? ഈ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ് ആയിരിക്കും. അഥവാ എ ഇസ് എ സബ്സെറ്റ് ഓഫ് യു ആണ്. അപ്പൊ യു എന്ന് പറയുന്നത് എല്ലാ സെറ്റുകളുടെ കളക്ഷൻ ആണ്. അപ്പൊ ഏതൊരു സെറ്റ് എടുത്താലും അത് ഏതിന്റെ സബ്സെറ്റ് ആയിരിക്കും? യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റ് ആയിരിക്കും. യൂണിവേഴ്സൽ ലോ എന്ന് പറയുന്നത് യു യൂണിയൻ എ ഇസ് ഈക്വൽ ടു യു ആയിരിക്കും. അടുത്ത പ്രോപ്പർട്ടി എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ ആണ്. അടുത്ത പ്രോപ്പർട്ടി എ യൂണിയൻ എ ഇസ് ഈക്വൽ ടു എ ആണ്. ആൻഡ് ലാസ്റ്റ് വൺ, ഇതിനൊരു പേരുണ്ട്. ഇറ്റ് ഈസ് ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ. ഐഡംപൊട്ടന്റ് ലോ. ഇത് ഐഡംപൊട്ടന്റ് ലോ ആണ്. അടുത്ത നൾ സെറ്റ് ആയിട്ടുള്ളത് എ യൂണിയൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു എ ആണ്. എ യൂണിയൻ നൾ സെറ്റ് ഇസ് ഈക്വൽ ടു എ ആണ്. ഇനി നമ്മൾ ലോ ഓഫ് ഐഡന്റിറ്റി എന്ന് പറയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്, യൂണിയന്റെ പ്രോപ്പർട്ടീസ്. കമ്മ്യൂട്ടേറ്റീവ് ലോ, അസോസിയേറ്റീവ് ലോ. ഇത് ലോ ആയിട്ട് പറയുകയാണെങ്കിൽ യൂണിവേഴ്സൽ ലോ, യൂണിവേഴ്സൽ ലോ. അത് ഐഡംപൊട്ടന്റ് ലോ. ഇത് ഐഡന്റിറ്റി ലോ, ഐഡന്റിറ്റി ലോ. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ്. ഇപ്പൊ ഫസ്റ്റ് ഓപ്പറേഷൻ പറഞ്ഞ യൂണിയൻ ആണ്. യൂണിയൻ എന്ന് പറഞ്ഞാല് എ യൂണിയൻ ബി മീൻസ് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എ ഓർ ബി ആണ്. സെക്കൻഡ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ഇന്റർസെക്ഷൻ. സെക്കൻഡ് ഓപ്പറേഷൻ ഇസ് ഇന്റർസെക്ഷൻ. സെക്കൻഡ് ഓപ്പറേഷൻ ഇസ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എ ഇന്റർസെക്ഷൻ ബി. ഇതാണ് ഇന്റർസെക്ഷന്റെ സിമ്പിൾ. ഇന്റർസെക്ഷന്റെ സിമ്പിൾ ഇതാണ്. ഇനി എന്താ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാല്? എലമെന്റ്സ് ഇൻ എ ആൻഡ് ബി, ഇൻ എ ആൻഡ് ബി, എയിലും ബിയിലും ഉള്ള എലമെന്റ്സ്. കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറഞ്ഞാല് എലമെന്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. എക്കും ബിക്കും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എന്ത്? എലമെന്റ്സ് ആണ് എന്ത്? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാല് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആണ് എന്ത്? ഇന്റർസെക്ഷൻ. അപ്പൊ നേരത്തെ യൂണിയന് ഓർ പറഞ്ഞ പോലെ, യൂണിയന് ഓർ പറഞ്ഞ പോലെ ഇംഗ്ലീഷ് കൺജങ്ഷൻ നമ്മൾ ഇന്റർസെക്ഷനിൽ യൂസ് ചെയ്യുന്നത് ആൻഡ് അല്ലെങ്കിൽ ബോത്ത് ആൻഡ്, ആൻഡ് അല്ലെങ്കിൽ ബോത്ത് ആൻഡ്. ക്വസ്റ്റ്യനിൽ വന്നു കഴിഞ്ഞാല് ഏതായിരിക്കും നമ്മൾ ഓപ്പറേഷൻ? ഇന്റർസെക്ഷൻ ആയിരിക്കും നമ്മൾ ഓപ്പറേഷൻ. സോ ഇന്റർസെക്ഷൻ മീൻസ് എലമെന്റ്സ് കോമൺ ടു ബോത്ത് എ ആൻഡ് ബി. അപ്പൊ നമ്മളൊരു എക്സാമ്പിൾ എടുക്കാം. എ ഈക്വൽ ടു 1 2 3 4 5 6, ബി ഈക്വൽ ടു 2 3 5, സി is equal to 1 6 7 8. Okay,
അങ്ങനെയാണെങ്കിൽ എ ഇന്റർസെക്ഷൻ ബി എന്താ? എ ഇന്റർസെക്ഷൻ ബി മീൻസ് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാണ്? ഏതാ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ളത്? 2 ഉണ്ട്, 3 ഉണ്ട്, 5 ഉണ്ട്. ഏതൊക്കെ എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്? 2ഉം 3ഉം 5ഉം. സോ എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 2, 3, 5. എ ഇന്റർസെക്ഷൻ ബി is 2, 3, 5. ഇനി അതേപോലെ എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി. എ ഇന്റർസെക്ഷൻ സി. എയിലും സിയിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1 ഉണ്ട്, ഓക്കെ, 6 ഉണ്ട്, 7 ഉണ്ടോ? ഇല്ല, 7 എയിലില്ല. 8 ഉണ്ടോ? 8ഉം എയിലില്ല. സോ 1ഉം 6ഉം മാത്രമേ രണ്ടിലും കൂടെ കോമൺ ആയിട്ടുള്ള എലമെന്റ് ഉള്ളൂ. എയിലും സിയിലും കൂടെ കോമൺ ആയിട്ടുള്ള എലമെന്റ് 1ഉം 6ഉം. സോ എ ഇന്റർസെക്ഷൻ സി ഈസ് 1, 6. അപ്പൊ ഇതാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാല് എലമെന്റ്സ് കോമൺ ഇൻ ബോത്ത് എ ആൻഡ് ബി. എയിലും ബിയിലും അല്ലെങ്കിൽ രണ്ട് സെറ്റില് കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ് എന്ത്? ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇന്റർസെക്ഷനും കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. നേരത്തെ പറഞ്ഞ അതേ പ്രോപ്പർട്ടീസ് ഇന്റർസെക്ഷനും ഉണ്ട്. ജസ്റ്റ് അതിന്റെ പ്രോപ്പർട്ടീസും കൂടെ ഒന്ന് പറയാം. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പ്രോപ്പർട്ടീസ് ഓഫ് ഇന്റർസെക്ഷൻ ആണ്. Properties of intersection. First one, commutative law. A intersection B is equal to B intersection A. Commutative law. Second one, associative law. A intersection B intersection C is equal to A intersection B intersection C. നമ്മൾ യൂണിയനിൽ ചെയ്ത പോലെ ചെയ്ത് നോക്കിയാൽ കറക്റ്റ് തന്നെ കിട്ടും. അടുത്തത് ഐഡന്റിറ്റി ലോ ആണ്. Phi intersection A is equal to phi ആണ്. Phi intersection A equal to phi ആണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? A എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. A എന്ന് പറയുന്നത് 1, 2, 3, 4 ആണ്. Phi എന്ന് പറയുന്നത് null set ആണ്. ഒന്നുമില്ല. അങ്ങനെയാണ് ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ഏതാ? A intersection phi ഏതാ? ഇതിൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്? രണ്ടിലും കോമൺ ആയിട്ട് എലമെന്റ് ഉണ്ടോ? എലമെന്റ് ഇല്ല. ഇവിടെ 0 എന്ന് എഴുതാൻ പറ്റുമോ? ഇവിടെ 0 എന്ന് എഴുതാൻ വേണ്ടി പറ്റില്ല. കോമൺ ആയിട്ട് എലമെന്റ് ഇല്ലാത്തതുകൊണ്ട് അത് എന്തെന്നെയാ? ഫൈ ആണ്. ഓക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം. അതാണ് ഇവിടെ പറഞ്ഞത്. ഫൈ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു ഫൈ ആണ്. ഇനി എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എനെ എയുമായിട്ട് തന്നെ ഇന്റർസെക്ട് ചെയ്താൽ എന്താ കിട്ടുക? എ ഇന്റർസെക്ഷൻ എ. ഇതിന് ഇതുമായിട്ട് തന്നെ ഇന്റർസെക്ട് ചെയ്താൽ കോമൺ എലമെന്റ്സ് എന്തൊക്കെ തന്നെയാ? 1, 2, 3, 4 തന്നെയാണ്. ഇതെന്താ? ഇത് എ ആണ്. സോ എ ഇന്റർസെക്ഷൻ എ ഈക്വൽ ടു എ ആണ്. പിന്നെ ഇവിടെ ഒരെണ്ണം കൂടെ എക്സ്ട്രാ ഉള്ള ഡിസ്ട്രിബ്യൂട്ടീവ് ആണ്. ഡിസ്ട്രിബ്യൂട്ടീവ് ദാറ്റ് ഈസ് എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ സി ഇസ് ഈക്വൽ ടു എ ഇന്റർസെക്ഷൻ ബി യൂണിയൻ എ ഇന്റർസെക്ഷൻ സി. ഓക്കെ, ഇത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. അഥവാ നമ്മൾ മാത്സിൽ യൂസ് ചെയ്യുന്ന എ ഇൻറ്റു ബി പ്ലസ് സി ഇല്ലേ? മാത്സിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നില്ലേ? എ ഇൻറ്റു ബി പ്ലസ് സി എങ്ങനെയാണ് ചെയ്യുന്നത്? എ ബി പ്ലസ് എ സി. ഇതേ ഒരു കൺസെപ്റ്റ് ആണ് ഇതും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. നമ്മൾ എന്താ പറയാ? ഡിസ്ട്രിബ്യൂട്ടീവ് ലോ. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയും. ഓക്കെ, ഇത്രയാണ് ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. അടുത്ത ഓപ്പറേഷൻ ഡിഫറൻസ് ആണ്. അടുത്ത ഓപ്പറേഷൻ ഡിഫറൻസ് ആണ്. അടുത്ത ഓപ്പറേഷൻ ഡിഫറൻസ് ആണ്. ഓക്കെ, അടുത്തത് ഡിഫറൻസ് ആണ്. ഡിഫറൻസ് മീൻസ് നമ്മൾ സാധാരണ മാത്സിലെ രണ്ട് നമ്പേഴ്സ് എടുത്തിട്ട് ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ നമ്മൾ പറയാം മൈനസ് ആണ് എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെയും. എ മൈനസ് ബി ആണ് ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ്. ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി, എ മൈനസ് ബി അല്ലെങ്കിൽ ബി മൈനസ് എ. എ മൈനസ് ബി അല്ലെങ്കിൽ ബി മൈനസ് എ. ഫസ്റ്റ് നമുക്ക് എ മൈനസ് ബി എന്താന്ന് നോക്കാം. ഇതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ആദ്യം മലയാളത്തിൽ പറയാം, അപ്പൊ കുറച്ചുകൂടെ എളുപ്പമാവും. എന്നിട്ട് നമുക്ക് ഇംഗ്ലീഷിലുള്ള ഡെഫിനേഷനിലേക്ക് പോവാം. എ മൈനസ് ബി മീൻസ്
എയിലുണ്ട് ബിയിലില്ല. എങ്ങനത്തെ എലമെന്റ്സ്? എയിലുണ്ട്, ഇറ്റ് ഈസ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. ഇറ്റ് ഈസ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി. അഥവാ എയിലുണ്ട് ബിയിലില്ല, എയിലുണ്ട് ബിയിലില്ല. അങ്ങനത്തെ എലമെന്റ്സിന്റെ കളക്ഷൻ ആണ് ഏതിൽ വരുന്നത്? എ മൈനസ് ബിയിൽ. അതേപോലെ ബി മൈനസ് എ ആണെങ്കിൽ എന്തായിരിക്കും? ഇറ്റ് ഈസ് ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ. ഇറ്റ് ഈസ് ഇൻ ബി ബട്ട് നോട്ട് ഇൻ എ. എയില് ഉണ്ടാവില്ല. അപ്പോൾ എ മൈനസ് ബി എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും ആദ്യം ഈ ഒരു ടേം, ഈ ഒരു മലയാളം ഇത് ടേം നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് പ്രോബ്ലം ചെയ്യാൻ കഴിയുന്നതേ ഉള്ളൂ. ദാറ്റ് ഈസ് ഇൻ എ ബട്ട് നോട്ട് ഇൻ ബി, അല്ലെങ്കിൽ എയിലുണ്ട് ബിയിലില്ല എന്നുള്ള ഒരു കൺസെപ്റ്റ്. ഒരു എക്സാമ്പിൾ നോക്കാം. എ ഈക്വൽ ടു എ ബി സി ഡി ആൻഡ് ബി ഇസ് ഈക്വൽ ടു സി എ ഇ എഫ്. സി എ ഇ എഫ്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്താ? അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്താ? എയിലുണ്ട്, പക്ഷെ അത് എവിടെ ഇല്ല? ബിയില് ഇല്ല. ആദ്യം നമ്മൾ എ നോക്കുക. എയിലുണ്ട് ബിയിലുണ്ട്, സോ അത് നമുക്ക് എടുക്കാൻ പറ്റില്ല. അടുത്ത് ബി നോക്കുക. ബി എയിലുണ്ട്, ബിയിലുണ്ടോ? ബിയിലില്ല, സോ നമുക്ക് ബിയിനെ ഇവിടെ എഴുതാം. അപ്പോ എ നമ്മൾ നോക്കി കഴിയുമ്പോൾ ബിയിലുണ്ട്, അത് എഴുതാൻ വേണ്ടി പറ്റില്ല. ബി നോക്കുന്ന സമയത്ത് അത് ഏതിലില്ല? ബിയിലില്ല. അപ്പൊ നമ്മൾ പറഞ്ഞതും എന്താണ്? എയിലുണ്ട് പക്ഷെ ബിയിൽ ഉണ്ടാവാൻ പാടില്ല. അപ്പോ ബിയിലില്ല, സോ ബി എഴുതി. ഇനി സി എടുക്കാം. സി എയിലുണ്ട്, ബിയിലുണ്ടോ? ബിയിലും ഉണ്ട്, സോ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റില്ല. ഇനി ഡി നോക്കുക. ഡി എയിലുണ്ട്, ബിയിലുണ്ടോ? ബിയിലില്ല, സോ ബി ആൻഡ് ഡി. എ മൈനസ് ബി എന്താ? ബി ആൻഡ് ഡി. അപ്പോ എയിലുണ്ട് പക്ഷെ അത് ബിയിലില്ല, അതാണ് എ മൈനസ് ബി. ഇനി നേരെ തിരിച്ച് ബി മൈനസ് എ. ബി മൈനസ് എ എന്ന് പറയുമ്പോൾ ബിയിലെ എലമെന്റ്സ് തുടങ്ങണം. ബിയിലെ ഫസ്റ്റ് എലമെന്റ് സി ആണ്. സി എയിലുണ്ടോ? എയിലുണ്ട്, സോ നമുക്ക് അത് എടുക്കാൻ പറ്റില്ല. അടുത്ത എ എടുക്കുക. എ എയിലുണ്ടോ? ഓക്കെ, എയും എയിലുണ്ട്, അതും എടുക്കാൻ പറ്റില്ല. ഇ നോക്കുക. ഇ എയിലുണ്ടോ? ഇല്ല, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇ എടുക്കുക. അപ്പൊ ബിയിലുണ്ട്, എയിലില്ല. ബിയിലുണ്ട്, എയിലില്ല. അടുത്ത എഫ് എടുക്കുക. എഫ് ബിയിലുണ്ട്, എയിലുണ്ടോ? എയിലില്ല, സോ ഇ എഫ്. ഇത്രേ ഉള്ളൂ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഡിഫറൻസ് ഓഫ് ടു സെറ്റ്സ് എന്ന് പറഞ്ഞാല് എ മൈനസ് ബി ആണ്. വലിയ ഡെഫിനിഷൻസിലേക്കൊന്നും നമ്മൾ പോവാണ്ട് ജസ്റ്റ് ഈ ഒരു കൺസെപ്റ്റ് മാത്രം ഓർത്തു വെക്കുക. എയിലുണ്ട്, ബിയിലില്ല. എ മൈനസ് ബി ആണെങ്കിൽ എയിലുണ്ട്, ബിയിലില്ല. ബി മൈനസ് എ ആണെങ്കിൽ ബിയിലുണ്ട്, എയിലില്ല. എപ്പോഴും നമ്മൾ ഫസ്റ്റ് സെറ്റ് എ മൈനസ് ബി ആണ്, എയിലെ സെറ്റ് മുതൽ നോക്കി തുടങ്ങാം. അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പെട്ടെന്ന് എഴുതാൻ വേണ്ടി പറ്റും. അതേപോലെ ബി മൈനസ് എ ആണെങ്കിൽ ബിയിലുള്ള എലമെന്റ്സ് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെയാകുമ്പോൾ വലിയ കൺഫ്യൂഷൻ ഉണ്ടാവില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഡിഫറൻസിൽ കാര്യമായിട്ട് ഇത്ര തന്നെയുള്ളൂ. നമുക്ക് തരുന്ന സെറ്റുകളിൽ അതിന്റെ ഡിഫറൻസ് കാണാമെന്ന് മാത്രമുള്ളതേ ഉള്ളൂ. പ്രത്യേകിച്ച് പ്രോപ്പർട്ടീസും കാര്യങ്ങളൊന്നുമില്ല. അടുത്ത നമുക്ക് വരുന്നത് കോംപ്ലിമെന്റ് ആണ്. ഓക്കെ, അടുത്ത ഓപ്പറേഷൻ കോംപ്ലിമെന്റ് ആണ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. കോംപ്ലിമെന്റ് ഓഫ് എ സെറ്റ്. എ എന്ന് പറയുന്ന സെറ്റിന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ, കോംപ്ലിമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്, കോംപ്ലിമെന്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ ഒന്നല്ലെങ്കിൽ എ ഡാഷ് എന്ന്. ഇതെന്താ? എ ഡാഷ്. റീഡ് എ കോംപ്ലിമെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ എ കോംപ്ലിമെന്റ്, ഇങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഒന്നല്ലെങ്കിൽ എ ഡാഷ് എന്നിടും, അല്ലെങ്കിൽ എ പവർ സി എന്നിടും. അപ്പോൾ കോംപ്ലിമെന്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഐദർ ഇൻ എ ഡാഷ് ഓർ എ കോംപ്ലിമെന്റ്. ഇനി എന്താ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡെഫിനിഷൻസ് ഒക്കെ വലിയ ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ഇത്ര മതി. എ കോംപ്ലിമെന്റ് യു മൈനസ് എ. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എ ഒഴികെ ബാക്കിയുള്ളത്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് ഒരു ഒറ്റ ഫ്ലോയിന് പറയുകയാണെങ്കിൽ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഒഴികെ ബാക്കിയുള്ളത്. ഇനി ഒരു ഇക്വേഷൻ പോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ യു മൈനസ് എ. യു എന്തായിരുന്നു? യൂസ് ദ യൂണിവേഴ്സൽ സെറ്റ് ആണ്. യു എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റ് ആണ്. ഡിഫറൻസ് ഓഫ് യു ആൻഡ് എ. അല്ലെങ്കിൽ യു മൈനസ് എ. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ യു മൈനസ് എ. അല്ലാതെ വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ എ കോംപ്ലിമെന്റ് എന്താന്ന് വെച്ചാൽ എ ഒഴികെ ബാക്കിയുള്ളത്. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ നോക്കാം.
അപ്പൊ കോംപ്ലിമെന്റ് എപ്പോഴും യൂണിവേഴ്സൽ സെറ്റിന്റെ ബേസിലായിരിക്കും നമ്മൾ കോംപ്ലിമെന്റ് ചെയ്യുക. അപ്പൊ കോംപ്ലിമെന്റിൽ എപ്പോഴും ഒരു യൂണിവേഴ്സൽ സെറ്റ് തന്നിട്ടുണ്ടാവും. ഞാൻ യൂണിവേഴ്സൽ സെറ്റ് എഴുതുന്നുണ്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, 2-3 സെറ്റും കൂടെ എഴുതുന്നുണ്ട്. A 1 3 5 7 9, B 2 4 6 8 10, and C 1 2 3 6 7 8. 3 സെറ്റ് എഴുതിയിട്ടുണ്ട്. ഇനി എന്താന്ന് നോക്കാം. കോംപ്ലിമെന്റ്. ഫസ്റ്റ് വൺ എ കോംപ്ലിമെന്റ്. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞത്? കോംപ്ലിമെന്റ് എഴുതുന്ന സമയത്ത് നമ്മൾ ഈ ഇക്വേഷൻ ഒക്കെ നോക്കുന്നതിലും ഏറ്റവും സുഖം നേരത്തെ പറഞ്ഞ അതേ കൺസെപ്റ്റ് യൂസ് ചെയ്യണം. എ ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ്, യൂണിവേഴ്സൽ സെറ്റിൽ എ കഴിഞ്ഞിട്ടുള്ള ബാക്കിയുള്ള എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റ്. എ ഏതൊക്കെയാ? 1 3 5 7 9. ഇതൊഴികെ ബാക്കിയുള്ള എലമെന്റ്സ്, ഇതൊഴികെ ബാക്കിയുള്ള എലമെന്റ്സ്, ഇതൊഴികെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? യുയിലുള്ളത് 1 എയിലുണ്ട്, അപ്പൊ വേണ്ട നമുക്ക് 2 3 അഗെയിൻ എയിലുണ്ട്, 4 5 ഉണ്ട്, 6 7 ഉണ്ട്, 8 9 ഉണ്ട്, 10. സോ എ കോംപ്ലിമെന്റ് എന്തായി? എ ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റ്സ് ആണ് എ കോംപ്ലിമെന്റ്. എ ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റ്സ്, അതാണ് എ കോംപ്ലിമെന്റ്. ഇനി ബി കോംപ്ലിമെന്റ് എന്താ? ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ബി ഒഴികെ യുയിലുള്ള എലമെന്റ്സ്, ബി ഒഴികെ യുയിലുള്ള എലമെന്റ്സ് അതേതൊക്കെയാ? 1 3 5 7 9. ബാക്കി 2 4 6 8 10 ഏതിലുണ്ട്? ബിയിലുണ്ട്. അപ്പൊ ബി ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ്. ഇനി സി കോംപ്ലിമെന്റ്. സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് സി ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ്. സി ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് ഏതൊക്കെയാ? 1 സിയിലുണ്ട്, 2 സിയിലുണ്ട്, 3 സിയിലുണ്ട്, 4 ഇല്ല, സോ 4. 5 സിയിലില്ല, സോ 5. 6 ഉണ്ട്, 7 ഉണ്ട്, 8 ഉണ്ട്, 9ഉം 10ഉം ഇല്ല, സോ സി കോംപ്ലിമെന്റ്. അപ്പൊ ആ ഒരു വേർഡ് ഓർത്താൽ മതി. എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ്. ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ബി ഒഴികെ യൂണിവേഴ്സൽ സെറ്റിൽ ബാക്കിയുള്ള എലമെന്റ്സ്. സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ സി ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കി എലമെന്റ്സ്. അതാണ് കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. പിന്നെ കോംപ്ലിമെന്റിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ജസ്റ്റ് അതും കൂടെ നോക്കാം. കോംപ്ലിമെന്റ് ഫസ്റ്റ് എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ ആണ്. എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 1 2 3 4 5 5 വരെ ഉള്ളത് മതി. എ എന്ന് പറയുന്നത് 1 3 5 ആണെന്ന് വിചാരിക്കുക. എ കോംപ്ലിമെന്റ് എന്താ? എ കോംപ്ലിമെന്റ് എന്താ? എ ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ്, എ ഒഴികെ ബാക്കി 2ഉം 4ഉം മാത്രമേ ഉള്ളൂ. ഇതിന്റെ കോംപ്ലിമെന്റ് ഒന്ന് കണ്ടുനോക്കിക്കേ. എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്, എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ്. 2 4 ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ്. ഇതിന്റെ മീനിങ് എന്താ? 2 4 ഒഴികെ ബാക്കി യുയിലുള്ള എലമെന്റ്സ്. അതെന്ത് തന്നെയാണ്? 1 3 5. ഇതെന്താ? ഇത് എ ആണ്. ഓക്കെ, എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാല് എ കോംപ്ലിമെന്റിന്റെ ഓൾ കോംപ്ലിമെന്റ്, 2 4ന്റെ ഓൾ കോംപ്ലിമെന്റ്. 2 4ന്റെ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2 4 ഒഴികെ ബാക്കിയുള്ള എലമെന്റ്സ് യൂണിവേഴ്സൽ സെറ്റില്, അത് 1 3 5. സോ എ കോംപ്ലിമെന്റ് ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ ആണ്. സെക്കൻഡ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്, സെക്കൻഡ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഡി മോർഗൻസ് ലോ. ഡി മോർഗൻസ് ലോ. ഇത് വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ എക്സാമിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ ഡി മോർഗൻസ് ലോ ഇതാണ്: എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അതേപോലെ എ ഇന്റർസെക്ഷൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഒരു സിമ്പിൾ ആയിട്ട് നമ്മൾ രണ്ട് എക്സാമ്പിൾ എഴുതി കഴിഞ്ഞാൽ യു 1 2 3 ചെറുതെടുക്കാം, നല്ല പെട്ടെന്ന് കഴിയും. 4 6. എ എന്ന് പറയുന്നത് 1 3 5, ബി എന്ന് പറയുന്നത് 2 4 6.
ആദ്യം നമുക്ക് ഫസ്റ്റ് വൺ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എ യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഇസ് ഈക്വൽ ടു എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഡിമോർഗൻസ് ലോന്റെ യൂണിയൻ എടുത്തിട്ട് കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അതെന്താവും? ഇന്റർസെക്ഷൻ ആവും. അതേപോലെ ഇന്റർസെക്ഷൻ എടുത്തിട്ട് കോംപ്ലിമെന്റ് എടുത്താൽ എന്താവും? യൂണിയൻ ആവും. ഇതാണ് ഇതിൽ മെയിൻ ആയിട്ട് ഓർത്ത് വെക്കാനുള്ളത്. അപ്പൊ ഇതിങ്ങനെ കാണാപാഠം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഡിമോർഗൻസ് ലോ എന്താണെന്ന് വെച്ചാൽ യൂണിയന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് ഇന്റർസെക്ഷൻ ആവും, ഇന്റർസെക്ഷന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ അത് യൂണിയൻ ആവും. So A union B all complement equal to A complement union, intersection B complement, and A intersection B all complement equal to A complement union B complement. Okay, ഇവിടെ നമുക്ക് നോക്കാം. ആദ്യം A union, ആദ്യം ഈ സൈഡാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ആദ്യം അതിന് വേണ്ടിയിട്ട് A union B കാണും. A union B എന്ത് തന്നെയാണ്? 1 2 3 4 5 6 ആണ്. ഓക്കെ, ഇനി A union B all complement കാണണം. A union B all complement. A union B all complement എന്താ ഇവിടെ? A union B all complement ഇത് ഒഴികെയുള്ള എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല. സോ അത് 5 ആണ് ഇവിടെ. ഇനി നിങ്ങൾക്ക് 5 എന്നുള്ള ഒരു ആൻസർ കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നുന്നത് നമുക്ക് ഇവിടെ ഒരു 7ഉം 8ഉം കൂടെ എഴുതാം. 7ഉം 8ഉം കൂടെ എഴുതാം. ഓക്കെ, അങ്ങനെയാകുമ്പോൾ A union B all complement എന്താ? A യൂണിയൻ ബി എന്ന് പറയുന്നത് 1 to 6 വരെ ഉള്ളതാണ്. ഇതൊഴികെ ബാക്കിയുള്ള എലമെന്റ്സ് യൂണിവേഴ്സൽ സെറ്റിൽ ഏതൊക്കെയാന്ന് നോക്കിയാൽ ഇതൊഴികെ ബാക്കിയുള്ള എലമെന്റ്സ് എന്ന് പറയുന്നത് 7ഉം 8ഉം ആണ്. സോ A യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് 7 8. അപ്പൊ ഇത് ഒരു ഇക്വേഷൻ, ഒരു ഭാഗം. ഓക്കെ ഓക്കെ, അപ്പൊ A യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് കിട്ടി. ഒരു സൈഡ് നമുക്ക് കിട്ടി. അടുത്ത സൈഡ് കണ്ടുപിടിക്കണം. A കോംപ്ലിമെന്റ് ആദ്യം കണ്ടുപിടിക്കുക. A കോംപ്ലിമെന്റ് എന്ന് പറയുന്നത് ഇതാണ് നമ്മളെ A. അപ്പൊ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞതാണ്. A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ A ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലുള്ള ബാക്കിയുള്ള എലമെന്റ്. സോ ഏതൊക്കെയാ വരുന്നത്? 1 3 5 കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റില് 2 4 6 7 8 ഇതാണ് A കോംപ്ലിമെന്റ്. അഗെയിൻ B കോംപ്ലിമെന്റ് എന്താ? B ഒഴികെ യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെന്റ്സ്. B കഴിഞ്ഞാൽ 2 4 6 കഴിഞ്ഞാൽ പിന്നെ യൂണിവേഴ്സൽ സെറ്റിൽ ഏതൊക്കെയുള്ളത്? 1 3 5 7 8. ഇനി എന്ത് ചെയ്യണം? A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ് ആണ്. A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എന്തായിരുന്നു? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ഇന്റർസെക്ഷൻ മീൻസ് രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് ഏതൊക്കെയുള്ളത് നോക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക്. 7ഉം 8ഉം രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. സോ 7 8 രണ്ടോ? ഈ രണ്ട് ഇക്വേഷൻ 1ഉം 2ഉം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. ഇക്വേഷൻ 1ഉം 2ന്റെയും ആൻസർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. സെയിം ആണ്. ഇക്വേഷൻ 1ഉം 2ന്റെയും ആൻസർ സെയിം ആണ്. സോ എന്ത് വരും? 1 equal to 2 വരും. അത് തന്നെയാണ് എന്ത്? A യൂണിയൻ ബി ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ B കോംപ്ലിമെന്റ്. അപ്പൊ എക്സാമിന് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കും, വെരിഫൈ ചെയ്യാൻ പറയും. അപ്പൊ വെരിഫൈ ഡിമോർഗൻസ് ലോ എന്നേ തരുള്ളൂ. അപ്പൊ എന്താ അറിഞ്ഞിരിക്കണം? ഡിമോർഗൻസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതേപോലെ തന്നെ ഏതും ചെക്ക് ചെയ്യാം നമുക്ക്. A ഇന്റർസെക്ഷൻ B ഓൾ കോംപ്ലിമെന്റ് ഈക്വൽ ടു A കോംപ്ലിമെന്റ് യൂണിയൻ B കോംപ്ലിമെന്റും കൂടെ ചെക്ക് ചെയ്യാം. ഇനിയുള്ളത് A യൂണിയൻ A കോംപ്ലിമെന്റും A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റും ആണ്. A യൂണിയൻ A കോംപ്ലിമെന്റും A ഇന്റർസെക്ഷൻ A കോംപ്ലിമെന്റും ആണ്. A യൂണിയൻ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. U എന്ന് പറയുന്നത് 1 2 3 4 5. A എന്ന് പറയുന്നത് 1 3 4. ഓക്കെ, A കോംപ്ലിമെന്റ് എന്താ വരാ? ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 1ഉം 3ഉം 5ഉം 4ഉം കഴിഞ്ഞാൽ 2 5 മാത്രം. 2 and 5 മാത്രം. എന്താ പറഞ്ഞത്? A യൂണിയൻ A കോംപ്ലിമെന്റ്. A യൂണിയൻ A കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിൽ രണ്ടിലുള്ള എലമെന്റ്സ് കംപ്ലീറ്റ്. അപ്പൊ 1 2 3 4 5. ഇതെന്താ? ഇത് തന്നെയാണ് നമ്മള് U എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഈക്വൽ ടു U ആണ്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു U. ഓക്കെ, അപ്പൊ A യൂണിയൻ A കോംപ്ലിമെന്റ് ഈക്വൽ ടു U ആണ്. ഇനി അതേപോലെ ഇതിന്റെ ഇന്റർസെക്ഷൻ ഒന്ന് കണ്ടുനോക്കിക്കേ.
എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ കാണാം. ഇതിന്റെ രണ്ടിന്റെയും ഇന്റർസെക്ഷൻ എന്താ? ഒന്നില് 1 3 4 ആണുള്ളത്, എ കോംപ്ലിമെന്റില് 2 5 ആണുള്ളത്. അതിന്റെ കോംപ്ലിമെന്റ് എന്താ? സോറി, ഇന്റർസെക്ഷൻ എന്താ? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്. രണ്ടിലും കോമൺ ആയിട്ട് അതിൽ എലമെന്റ് ഉണ്ടോ? ഇല്ല. സോ നമ്മൾ എന്ത് എഴുതും? എലമെന്റ് ഇല്ലെങ്കിൽ ഇങ്ങനെ എഴുതും, അല്ലെങ്കിൽ null set 5 എന്ന് എഴുതും. സോ ഇതെന്താ? എ ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ് ഈസ് null set. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ പറയുന്നത് കോംപ്ലിമെന്റ് ലോസ് എന്നാണ് പറയുന്നത്. കോംപ്ലിമെന്റ് ലോസ്. അപ്പൊ കോംപ്ലിമെന്റ് ലോസ് എന്താ? കോംപ്ലിമെന്റ് ലോസ് എന്ന് പറയുന്നത് എ യൂണിയൻ എ കോംപ്ലിമെന്റ്. ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റുമായിട്ട് യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റും ഒരു സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്ത് ഇന്റർസെക്ട് ചെയ്ത് കഴിഞ്ഞാൽ നൾ സെറ്റും ആയിരിക്കും. ഓക്കെ, പിന്നൊരു സ്പെഷ്യൽ ആയിട്ട് വരുന്നത് phi complement is always equal to u and u complement is always equal to phi. നോക്കിയാൽ തന്നെ അറിയാം നമുക്ക് phi complement null സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എല്ലാത്തിന്റെയും ടോട്ടൽ സെറ്റ് യൂണിവേഴ്സൽ സെറ്റ് ആണ്, അതായിരിക്കും. ഇനി ആ യൂണിവേഴ്സൽ സെറ്റിന്റെ കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ എന്തെങ്കിലും ഉണ്ടോ? അതിൽ വേറെ ഒന്നും ഉണ്ടാവില്ല. സോ ഇറ്റ് വിൽ ബി എ null സെറ്റ്. ഓക്കെ, ഇത്രയാണ് കോംപ്ലിമെന്റ് ലോസിന്റെ ഇതുള്ളത്. ഇനി നമുക്ക് ജസ്റ്റ് നമ്മൾ നമ്പർ ഓഫ് എലമെന്റ്സിന്റെ 2 ഇക്വേഷൻസ് പഠിക്കുന്നുണ്ട്. ആ ഇക്വേഷൻസും കൂടെ ജസ്റ്റ് ഒന്ന് പറയാം. പ്രോബ്ലംസ് ഞാൻ അടുത്ത സെക്ഷനിൽ ചെയ്തുതരാം. അടുത്ത സെക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ സെറ്റ് തിയറിയിലുള്ള ക്വസ്റ്റ്യൻസും പിന്നെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്തുതരാം. സോ ഇക്വേഷൻ മാത്രം ഒന്ന് പറയാം. n of A union B is equal to n of A plus n of B minus n of A intersection B ആണ്. ഇവിടെ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യം, ഓർ വന്നു കഴിഞ്ഞാൽ യൂണിയൻ ആണ്, ഓർ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ യൂണിയൻ ആണ്. പിന്നെ ആൻഡ് അല്ലെങ്കിൽ ബോത്ത് വന്നു കഴിഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. ഓക്കെ, ഇതൊക്കെ ഇവിടെ ഓർത്ത് വെക്കേണ്ട കാര്യമാണ്. ഇനി നമുക്ക് 2 എണ്ണം ഉള്ളത് മാത്രം പോരാ, 3 എണ്ണം ഉള്ളതും കൂടെ പഠിക്കണം. സോ n of A യൂണിയൻ B യൂണിയൻ സിക്കും കൂടെ ഒരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്: n of A പ്ലസ് n of B പ്ലസ് n of C മൈനസ് n of A ഇന്റർസെക്ഷൻ B മൈനസ് n of A ഇന്റർസെക്ഷൻ C മൈനസ് n of B ഇന്റർസെക്ഷൻ C പ്ലസ് n of A intersection B intersection C. ഓക്കെ, ഇതാണ് നമ്മളെ ഇക്വേഷൻ. അപ്പോൾ ബാക്കി നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി അടുത്ത സെക്ഷനിൽ കൂടുതൽ പ്രോബ്ലംസ് ഒക്കെ അടുത്ത സെക്ഷനിൽ ചെയ്യാം. അപ്പോൾ ഏകദേശം ആ ചാപ്റ്ററിന്റെ പിന്നെ വെൻ ഡയഗ്രം ആണുള്ളത്, അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പോകണ്ട. അതിൽ നല്ല നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസും സെറ്റ് തിയറിന്റെ ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇതിന്റെ പ്രോബ്ലംസും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു സെക്ഷന് അടുത്തത് വേറെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.